പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ 64ാമത്തെ ബുർദ മജ്ലിസാണ് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഹത്തായ ഔദാര്യം കൊണ്ടാണ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ച ഈ മജ്ലിസ് ഇന്ന് ഈ 64-ൽ എത്തി നിൽക്കുന്നത്. ചേഞ്ച് മദീന കമ്മ്യൂൺ എന്ന് പറയുന്ന നമ്മുടെ കൂട്ടായ്മ 2016-ൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്കൊക്കെ അടുക്കണമെന്ന ചിന്തയിൽ നമ്മൾ ആരംഭിച്ചതാണ്. ഒരു ചേഞ്ച് ഉണ്ടാവണം എന്നതുകൊണ്ടാണ് ചേഞ്ച് എന്ന പേരിൽ തന്നെ നമ്മളത് ആരംഭിച്ചത്. ആദ്യം അതിന് ചേഞ്ച് എന്ന ഒരു പേര് മാത്രമായിരുന്നു ഉണ്ടായത്. പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഫൈസൽ ഹസൻ ഉളിയിൽ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ പേര് പോരാ, കുറച്ചും കൂടി വിശാലമായ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നതുകൊണ്ട് മദീനയെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു സംഘം എന്ന അർത്ഥത്തിൽ ചേഞ്ച് മദീന കമ്മ്യൂൺ എന്ന് അദ്ദേഹമാണ് നമുക്കൊരു പേര് നിർദ്ദേശിച്ചത്. അദ്ദേഹം തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു അന്ന്. ഏതായാലും എല്ലാ ദിവസവും ഒരു ഫസ്ല് ബുർദ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഖർബൂത്തിമ പറഞ്ഞ പരമാവധി ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മളങ്ങനെ തുടങ്ങി. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഒരു ഫസ്ല് എന്ന രീതിയിൽ 10 ദിവസം കൂടുമ്പോൾ ഒരു ബുർദ, അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബുർദ ചൊല്ലിയത് 1,00,000 ഖത്മ് പൂർത്തിയായപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അഭിപ്രായപ്പെട്ടു, കാമിലായി ബുർദ ചൊല്ലുന്ന ഒരു മജ്ലിസ് നമുക്കുണ്ടാവണം. അത് ഓഫ്ലൈനായിട്ട് വരാൻ കഴിയുന്നവർക്ക് അങ്ങനെയും ഓൺലൈനായിട്ട് പറ്റുന്നവർക്ക് അങ്ങനെയും ഒക്കെ പങ്കെടുക്കാവുന്ന ഒരു മജ്ലിസ് നമുക്ക് വേണം. ആ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ഈ ഒരു മജ്ലിസ് നമ്മൾ തുടങ്ങിയത്. പിന്നീട് ചില മഹാന്മാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം സലാം ബൈത്ത്, വളരെ കാര്യമായ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ മഹത്വമുള്ള ഒരു സയ്യിദത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സലാം ബൈത്ത് നമ്മൾ ആഡ് ചെയ്തത്. മുദരിയ നമ്മൾ ആഡ് ചെയ്തത് മദീനയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു മഹാൻ ഹബീബ്, ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ തങ്ങളുടെ ഭാര്യയുടെ ഏട്ടത്തിയുടെ ഭർത്താവ് കൂടെയായ ഹബീബ് സൈൻ ബിൻ ഷുമൈത്ത് ഹഫ്ളഹുല്ലാ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടങ്ങൾ അസ്മാഉൻ നബി, അതുപോലെ തന്നെ സുഡാനിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണ കണ്ട ഒരു മഹാന്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പോഴുള്ള അവസ്ഥയിൽ എത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ.